ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. നമ്മൾ ഇന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള നോവലയായിട്ടുള്ള ഓൾഡ് മാൻ ആൻഡ് ദ സീ, ഏർണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയിട്ടുള്ള ഒരു നോവലയാണ് ഓൾഡ് മാൻ ആൻഡ് ദ സീ. അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് HSCക്കും അതേപോലെ തന്നെ സെറ്റ് നെറ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്നൊരു ടോപ്പിക്കാണ്. ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. HSCയുടെയൊക്കെ അഡ്മിഷൻ നമ്മൾ ഇപ്പോഴും എടുക്കുന്നുണ്ട്. കാരണം ഒരു 2 മാസത്തെ സമയമുണ്ട് HSCക്ക്. അപ്പോൾ വളരെ സ്മാർട്ടായിട്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാം. അതും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സമയത്ത് തന്നെ പഠിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സാന്റിയാഗോ ഈസ് കൺസിസ്റ്റൻ്റ്ലി എയ്ഡഡ് ബൈ ഓപ്ഷൻസ്: ജോ ഡിമാഗിയോ, ദ ഷാർക്സ്, അതർ ഫിഷർമാൻ, മെനോലിൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ മെനോലിൻ ആണ്. മെനോലിൻ എന്നുള്ളതൊരു ചെറിയ കുട്ടിയാണ്. അത് നമ്മുടെ ഈ കഥയിലെ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്നുള്ള കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സാന്റിയാഗോ ആണ് ഇതിലെ ഓൾഡ് മാൻ. അപ്പോൾ ഇദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു പയ്യനാണ് മെനോലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥയിലെ സാന്റിയാഗോയുടെ അസിസ്റ്റൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് മെനോലിനെ വിളിക്കാം. അതേപോലെ തന്നെ ഈ കഥയിലെ ഈ മെനോലിൻ എന്ന കഥാപാത്രം ഒരു ഫെയ്ത്ത് ആയിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ കണക്ട് ചെയ്യുന്നത്. ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ക്ലാസ് നമ്മളുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം: ഇൻ ഓർഡർ ടു ഹെൽപ്പ് ഹിംസെൽഫ് ക്യാച്ച് ദ ഫിഷ്, വാട്ട് ഡിഡ് സാന്റിയാഗോ ഡു? ഓപ്ഷൻസ്: ഹി പ്രോമിസ്ഡ് ടു റിസൈറ്റ് 10 ഹെയിൽ മേരീസ് ആൻഡ് 10 അവർ ഫാദേഴ്സ്. He promised to pay more attention to Menolin upon his return. Next option: he lightens the boat by throwing all unnecessary weight overboard. മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കടലിൽ ഇറങ്ങിയിട്ട് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിടിച്ച മീനിനെ കരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സാന്റിയാഗോ ചെയ്തത് എന്നതാണ് ചോദ്യം. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഹി പ്രോമിസ്ഡ് ടു റിസൈറ്റ് 10 ഹെയിൽ മേരീസ് ആൻഡ് 10 അവർ ഫാദേഴ്സ് എന്നുള്ളതാണ്. ഈ സാന്റിയാഗോ ഒരു മീനിനെ പിടിക്കാൻ വേണ്ടി പോയി. ആ മീൻ ഏതാണ് എന്ന് ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, കാരണം അതൊരു ചോദ്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പിടിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മളിങ്ങനെ പറയില്ലേ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് കിട്ടാണ്ടിരിക്കുമ്പോൾ അത് നേർച്ച നേരില്ലേ, അതുപോലെ സാന്റിയാഗോ ഒരു നേർച്ച നേർന്നു. സാന്റിയാഗോ പക്ഷെ ഒരു റിലീജിയസ് ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നു ആ ഫിഷിനെ പിടിക്കുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മീനിനെ ഞാൻ പിടിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഹി പ്രോമിസ് ടു റിസൈറ്റ് 10 ഹെയിൽ മേരീസ് ആൻഡ് 10 അവർ ഫാദേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊരു ഇത് ചൊല്ലാം എന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്തു. അതുകൂടാണ്ട് അദ്ദേഹം ഒരു പിലിഗ്രിമേജിൽ, കോബർ എന്നുള്ള ഒരു വെർജിൻ കോബർ പിലിഗ്രിമേജിൽ പോവാം, ഒരു തീർത്ഥാടനം നടത്താം എന്നുള്ളൊരു പ്രോമിസും കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീനിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം റിലീജിയസ് ഒന്നും അല്ല, എന്നിരുന്നാൽ പോലും സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിദ്യയെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രോമിസ് ചെയ്യുകയാണ്, ഒരു നേർച്ച നേരുകയാണ്. അടുത്ത ചോദ്യം: ഹൂ ഈസ് സാന്റിയാഗോസ് ഹീറോ? ഡിക് സിസ്ലർ, ജോ ഡിമാജിയോ, ഹാരി ട്രൂമാൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ജോ ഡിമാജിയോ ആണ്. ഈ ഡിമാജിയോ എന്നുള്ളത് ഫേമസ് ആയിട്ടുള്ളൊരു ബേസ്ബോൾ പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർസീവറൻസ്, ഹാർഡ് വർക്ക്, ഇതൊക്കെയും നമ്മുടെ കഥാപാത്രമായിട്ടുള്ള സാന്റിയാഗോക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിപ്പോൾ ഒരു ഹീറോ ഉണ്ടാവില്ലേ, അതുപോലെ സാന്റിയാഗോയുടെ ഒരു റോൾ മോഡലും ഹീറോ ആയിരുന്നു ജോ ഡിമാജിയോ. അപ്പോൾ സാന്റിയാഗോ ഈ ഒരു ഫിഷിനെ പിടിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അയാൾ സ്വയം ഇങ്ങനെ വിചാരിച്ചു, ഞാനും ഡിമാജിയോനെ പോലെ തന്നെ എനിക്കും ആ ഒരു വാശിയുണ്ടല്ലോ, എനിക്കും അതുപോലെ ശ്രമിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് ഒരു കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ എപ്പോഴും സാന്റിയാഗോയുടെ ഹീറോ ജോ ഡിമാജിയോ ആണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും, നിങ്ങളിപ്പോൾ ഏത് ക്ലാസ് കേട്ട് പഠിച്ചൊരു കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളിങ്ങനെ MCQs ചെയ്തിട്ടൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ പിന്നെയും നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. നമ്മുടെ ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ ക്ലാസ്സിൽ നമ്മൾ MCQs പ്രൊവൈഡ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ടൈംസ് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20 ചോദ്യം ചോദിച്ചതിൽ 5 ശരിയായിട്ടുള്ളൂ എങ്കിൽ അത് 20ൽ 20 ആവുന്നത് വരെയും നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1952. ഓക്കെ, 1952 പബ്ലിഷ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ചോദ്യം: ദ ഗ്രേറ്റ് ജോ ഡിമാജിയോ സഫേഴ്സ് ഫ്രം വാട്ട് അഫ്ലിക്ഷൻ? ആൽക്കഹോളിസം, എ ബോൺ സ്പർ, എ റൂയിൻ നീ.
ഇതിൻ്റെ ആൻസർ ബോൺ സ്പർ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ഉപ്പൂറ്റി വേദന ഒക്കെ പറയുന്നില്ലേ, അപ്പോൾ അതുപോലെ ശരീരത്തിന് ഉണ്ടാകുന്ന ഒരു വേദനയാണ് ബോൺ സ്പർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ജോ ഡിമാജിയോ ഇത്രയും വേദന അനുഭവിക്കുന്ന, ശരീരത്തിൻ്റെ ഒരു അസ്ഥിയിൽ ഇത്രയും വേദന അനുഭവിക്കുന്ന ഒരാളായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, എക്സ്ക്യൂസസ് ഒന്നും കാണിച്ചിട്ടില്ല. അതെല്ലാം മറന്നിട്ടാണ് അദ്ദേഹം ഒരു പ്ലെയർ ആയിട്ടുള്ളത്. സോ ആ ഒരു കാര്യവും ഈ നോവലിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇനി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ച് പ്രശ്നമായിരിക്കും, സഹകരിക്കുക. മഴക്കാലത്ത് റെക്കോർഡ് ചെയ്യാൻ വേറെ ഒരു നിവർത്തിയില്ല. ഓക്കെ, അടുത്ത ചോദ്യം. ദ ലെങ്ത് ഓഫ് ദ മാർലിൻ ഈസ് 17 feet or 18 feet. മാർലിൻ എന്താ? ഓക്കെ, നമുക്ക് മാർലിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സാൻഡിയാഗോ ഒരു ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഫിഷിനെ പിടിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഹീറോയെ പോലെ, ജോ ഡിമാജിയെ പോലെ പെരുമാറിയെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ആ ഫിഷാണ് മാർലിൻ എന്ന് പറയുന്നത്. അത് 18 feet നീളമുള്ളൊരു ഫിഷായിരുന്നു. 18 feet നീളമുള്ളൊരു ഫിഷിനെയാണ് സാൻഡിയാഗോ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഏഴാമത്തെ ചോദ്യം. ഹൗ ഡസ് ഹെമിംഗ്വേ ട്രാൻസ്ലേറ്റ് ദ വേർഡ് സലാവ് എ ഡെപിക്ഷൻ ഓഫ് സാൻഡിയാഗോ ആസ് എ ഡെപിക്ഷൻ ഓഫ് സാൻഡിയാഗോ? അപ്പോൾ ഈ നോവലിൽ സാൻഡിയാഗോനെ സലാവോ എന്ന് പറയുന്നുണ്ട്. സലാവോ എന്ന് വെച്ചാൽ എന്താ? ഓൾഡ് ആണോ? ദ വേഴ്സ്റ്റ് ഫോം ഓഫ് അൺലക്കി ആണോ? സെൽഫിഷ് ആണോ? വേഴ്സ്റ്റ് ഫോം ഓഫ് അൺലക്കി, അത്രയും നിർഭാഗ്യം പിടിച്ചതെന്ന് പറയില്ലേ, അതാണ് സലാവോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്പാനിഷ് വേർഡാണ്. സലാഡോ എന്നുള്ള സ്പാനിഷ് വേർഡിൽ നിന്നാണ് സലാവോ എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിർഭാഗ്യൻ, യാതൊരുവിധ ഭാഗ്യമില്ലാത്തൊരു വ്യക്തിയാണ് സലാവോ എന്ന് ഹെമിംഗ്വേ സാൻഡിയാഗോനെ പറയുന്നുണ്ട്. അപ്പോൾ വേറെ രീതിയിലും ചോദ്യം ചോദിക്കാം. ഈ നോവലിൽ ഓൾഡ് മാൻ ആൻഡ് ദ സീയിൽ സാൻഡിയാഗോയെ എന്തായിട്ട് റെഫർ ചെയ്യുന്നു എന്ന് ചോദിക്കാം. സലാവോ എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ ഷാർക്ക് ടു അറൈവ് ആൻഡ് അറ്റാക്ക് ദ മാർലിൻ? 5 hours, 1 day, 1 hour. ശരിയായിട്ടുള്ള ഉത്തരം 1 hour എന്നുള്ളതാണ്. ഈ മാർലിനെ സാൻഡിയാഗോ തൻ്റെ ഹുക്കിൽ കുരുക്കിയിട്ട് പിടിച്ചിട്ട് അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ തന്നെ കുറേ ദിവസം എടുത്തു. ഏകദേശം 3 ദിവസത്തോളം ഈ മാർലിനുമായിട്ട് ആ ഒരു ബോട്ടിൽ സാൻഡിയാഗോ നിന്നിട്ടുണ്ട്. കാരണം മാർലിൻ എന്ന് പറയുന്നത് 18 അടി നീളമുള്ള വലിയ ജയൻ്റ് ആയിട്ടുള്ളൊരു ഫിഷാണ്. അത് ഇങ്ങനെ വെള്ളത്തിൽ ചാടിക്കൊണ്ടും ഈ ബോട്ടിനെ വട്ടം കറക്കിക്കൊണ്ടും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ തന്നെ സാൻഡിയാഗോ അതിനോടൊരു ഫ്രണ്ട്ലി അപ്രോച്ച് തോന്നി. കാരണം ഇതൊരു ഒപ്പണൻ്റ് ആണ് എന്നുള്ളൊരു രീതിയും വന്നു, ഒരു ഫ്രണ്ട്ലി അപ്രോച്ചും തോന്നി. എന്നിരുന്നാൽ പോലും അദ്ദേഹം സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്, ഞാനിതിനെ കൊന്നേ പറ്റുള്ളൂ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ക്യാച്ച് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഫിഷാണ്. അപ്പോൾ ഒരു ഫിഷർമാൻ എന്ന നിലയിൽ, ഒരു മുക്കുവൻ എന്ന നിലയിൽ ഞാൻ എന്നോട് തന്നെ നീതി കാണിച്ചിരിക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ കൊല്ലണം എന്നുള്ളൊരു ഡിസിഷൻ സാൻഡിയാഗോ എടുക്കുകയും 3 ദിവസത്തിന് ശേഷം അദ്ദേഹം ഈ മാർലിനെ കൊല്ലുകയും ചെയ്തു. ഈ മാർലിൻ ചത്തുപോയി. ഇതിനെ കൊന്നു. ഓക്കെ, അപ്പോൾ കൊല്ലുന്ന സമയത്ത് അതിൻ്റെ ബ്ലഡൊക്കെ ഈ വാട്ടറിൽ സ്പ്രെഡ് ആവുമല്ലോ, കടലിൽ ഇങ്ങനെ സ്പ്രെഡ് ആവുമല്ലോ. അപ്പോൾ ആ ഒരു സ്മെല്ല് വെച്ചിട്ടാണ് ഷാർക്ക് വരുന്നത്. അപ്പോൾ ഈ മാർലിൻ ചത്തിട്ട് 1 hourനുള്ളിൽ തന്നെ ഷാർക്ക് വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. മാർലിൻ്റെ മാംസമൊക്കെ കടിച്ചു പറിച്ച് പോകാൻ തുടങ്ങി. അപ്പോൾ വിത്തിൻ 1 hour എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. ഓഫ് വാട്ട് ഡിഡ് സാൻഡിയാഗോ ഓൾവേസ് ഡ്രീം? ഓപ്ഷൻസ്: ഫിഷ്, വൈഫ്, ലയൺ. നമ്മളിങ്ങനത്തെ ഒരു ചോദ്യമൊക്കെ കാണുമ്പോൾ ഓൾഡ് മാൻ ആൻഡ് ദ സീ, ഓക്കെ, പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. സീ, ഓക്കെ, അപ്പോൾ ഫിഷ്, അപ്പോൾ അതിൽ പോയി ഫിഷിൽ മാർക്ക് ചെയ്യും. അങ്ങനെയല്ല, നമുക്ക് HSA പോലുള്ള പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ലയൺ എന്നുള്ളതാണ്. കടലും ലയണും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. എങ്കിൽ പോലും സാൻഡിയാഗോ എപ്പോഴും സ്വപ്നം കാണുന്നത് ലയണിനെയാണ്. ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ പറയാറില്ലേ, ആയ കാലത്ത് ഞാൻ ഭയങ്കര സംഭവമായിരുന്നു എന്നൊക്കെ. അതുപോലെ തന്നെ ഈ ഓൾഡ് മാൻ, ഈ സാൻഡിയാഗോ പണ്ട് എല്ലാ ഫിഷർമാനും വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള, വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു ഫിഷർമാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന നിലയിലാണ് ഇദ്ദേഹം ലയണിനെ സ്വപ്നം കാണുന്നത്. ഞാൻ പണ്ട് കാലത്ത് ഒരു പുലിയായിരുന്നു എന്ന് പറയുന്നത് പോലെ സ്വന്തം പവറിനെ, സ്വന്തം ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹം ലയണിനെ സ്വപ്നം കാണുന്നത്.
അടുത്ത ചോദ്യം, സാന്റിയാഗോ ഈസ് ബിലീവ്ഡ് ടു ബി എ സലാവോ, മർഡറർ, സൊലാസോ, ബെഗർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു സലാവോ ആണെന്ന്. ഒരു അൺലക്കി ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സ്വയം വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. നമ്മുടെ കോഴ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2500 രൂപയാണ് HSAയുടെ കോഴ്സിന് വരുന്നത്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്നുള്ളതിൽ ഈ കഥ നടക്കുന്നത് ക്യൂബയിലാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെ പറയുന്നുണ്ട് ഇത് ക്യൂബയിലാണ് കഥ നടക്കുന്നത്. അതേപോലെ തന്നെ ഏകദേശം 84 ദിവസത്തോളമായി സാന്റിയാഗോ ഒരു മീൻ പിടിച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് നിരാശ പിടിച്ച ജീവിതമൊക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻസിലൊക്കെ കാണിക്കുന്നത്. അതൊക്കെയും ചോദിക്കാൻ സാധ്യതയിലാണ്. എത്ര ദിവസമായി, 84 ദിവസമായി എന്നുള്ളതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യൂ കേട്ടോ.